തൃശൂർ കോർപ്പറേഷനിൽ വമ്പൻ വിജയം നേടിയെങ്കിലും മേയർ സ്ഥാനം നിശ്ചയിക്കൽ കോൺഗ്രസിന് തലവേദനയാകുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സാമുദായിക സന്തുലനം പാലിക്കുക എന്നതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. തൃശൂരിൽ ഇക്കുറി മേയർ സീറ്റ് വനിതാ സംവരണമാണ്. 19 വനിതകളാണ് കോൺഗ്രസിൽ നിന്നും വിജയിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സാമുദായിക സമവാക്യം കൂടി നോക്കിയായിരിക്കും തീരുമാനമെന്ന് ഏറെക്കുറെ ഉറപ്പായി. കോർപ്പറേഷൻ ഭരണ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ളവർ വേണമെന്ന് കത്തോലിക്ക സഭ അനൌദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ചേറൂരിൽ നിന്ന് ജനറൽ സീറ്റിൽ വിജയിച്ച അഡ്വക്കേറ്റ് വില്ലി ജിജോയുടെ പേര് മാത്രമാണ് സഭ മുന്നോട്ട് വെച്ചത്. ഡെപ്യൂട്ടി മേയർ പദവി ജനറൽ വിഭാഗമായതിനാൽ ഹിന്ദു നായർ സമുദായത്തിൽ നിന്നുള്ളവരെ പരിഗണിക്കേണ്ടി വരും. നേരത്തെ തൃശൂർ അതിരൂപതയുടെ സമുദായ ജാഗ്രതാ സദസ്സിലടക്കം ഭരണത്തിന്റെ മുഖ്യധാരയിലേക്ക് ചെറുപ്പക്കാരെ എത്തിക്കണമെന്ന പരസ്യമായ ആഹ്വാനം രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിരുന്നു. അധ്യാപക നിയമനങ്ങളിലെ അംഗീകാരം വൈകുന്നത് ചൂണ്ടിക്കാട്ടി ഇക്കാര്യം വോട്ടെടുപ്പിൽ ഓർമ്മിപ്പിക്കണമെന്ന സൂചനയും മാർ ആൻഡ്രൂസ് താഴത്തടക്കമുള്ളവർ നൽകി. ഈ സാഹചര്യത്തിലാണ് മറ്റ് ക്രിസ്ത്യാനികൾ ഉണ്ടായിട്ടും ചെറുപ്പക്കാരിയും മുൻ കൗൺസിലറുമായ വില്ലി ജിജോയുടെ പേര് ഉയർത്തിയതാണെന്നാണ് വിവരം. നിലവിലെ കൗൺസിലറും ലാലൂരിൽ നിന്ന് 2483 വോട്ടുകൾ നേടി വൻ വിജയം നേടിയ ലാലി ജെയിംസ്, മുക്കാട്ടുകരയിൽ നിന്നും വിജയിച്ച ശ്യാമള മുരളീധരൻ, DCC ജനറൽ സെക്രട്ടറിയും മുൻ ഡെപ്യൂട്ടി മേയറുമായ അഡ്വക്കേറ്റ് സുബി ബാബു, DCC വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ എന്നിവരും രംഗത്തുണ്ട്. എന്നാൽ മുൻ MLA തയറേപ്പറമ്പിൽ രാമകൃഷ്ണൻ അടക്കമുള്ളവർ മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയായ ശ്യാമള മുരളീധരനെയാണ് പിന്തുണയ്ക്കുന്നത്. ഇനിയും ഇവർക്ക് അവസരം നൽകാത്തത് അനീതിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അനുഭവ പരിചയം, പാർട്ടി സ്ഥാനം എന്നിവ നോക്കുമ്പോൾ ലാലി ജെയിംസിനെയും ഡോക്ടർ നിജി ജസ്റ്റിനെയും പരിഗണിക്കേണ്ടി വരും. മേയറായി ക്രിസ്ത്യാനിയെ തിരഞ്ഞെടുത്താൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മറ്റു സമുദായങ്ങളിൽ നിന്നുള്ള ആളെ പരിഗണിക്കേണ്ടി വരും എന്നതും കോൺഗ്രസിന് തലവേദനയാണ്. നിലവിൽ മുൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവായ രാജൻ ജെ പല്ലനാണ് കുപ്പായം തയ്പ്പിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ക്രിസ്ത്യാനിയാണ്. നിലവിലെ CPI MLA P ബാലചന്ദ്രൻ സമ്പൂർണ്ണ പരാജയമായിരുന്നെന്ന വിലയിരുത്തൽ ഉള്ളതിനാൽ ജയം എളുപ്പമാകും. ഏതാണ്ട് 900 വോട്ടുകൾ മാത്രമാണ് ബാലചന്ദ്രന് ഭൂരിപക്ഷമായിട്ട് ലഭിച്ചത്. ഇത് മറികടക്കാനും കഴിയും. മേയർ ക്രിസ്ത്യാനി ആയാൽ മറ്റൊരു ക്രിസ്ത്യാനിയെ നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥിയാക്കുന്നത് മണ്ഡലത്തിലെ പ്രബല വിഭാഗമായ നായർ സമുദായം എങ്ങനെ സ്വീകരിക്കുമെന്ന ആശങ്കയുമുണ്ട്. ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് മേയർ സ്ഥാനം വീതിക്കുക എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സാധ്യത. ഇക്കാര്യത്തിൽ KPCCയുടെ തീരുമാനവും നിർണായകമാകും. നിലവിൽ നേതാക്കളെല്ലാം ഡൽഹിയിലാണ്. ഇവർ തിരിച്ചെത്തിയ ശേഷം കോർ കമ്മിറ്റി ചേർന്ന് മേയർ ആരെന്ന പ്രഖ്യാപനം ഉണ്ടായേക്കും. കേവല ഭൂരിപക്ഷമായി 29 സീറ്റിനേക്കാളും 4 സീറ്റിന്റെ മുൻതൂക്കം ഉള്ളതിനാൽ സമ്മർദ്ദങ്ങളില്ലാതെ ഭരിക്കാൻ കഴിയുമെന്നതാണ് കോർപ്പറേഷനിലെ അനുകൂല ഘടകം. ഘടക കക്ഷികളായി മത്സരിച്ചവർ പരാജയപ്പെട്ടതിനാൽ ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കൗൺസിലർ, ചെയർമാൻ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പും സുഗമമാകും. ഡെപ്യൂട്ടി മേയറായി പരിഗണിക്കുന്നത് സിവിൽ സ്റ്റേഷൻസ് ഡിവിഷനിൽ നിന്ന് വിജയിച്ച A പ്രസാദിനെയാണ്. 10 വർഷത്തിന് ശേഷമാണ് തൃശൂർ കോർപ്പറേഷൻ UDF തിരിച്ചുപിടിച്ചത്. വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ UDFന് സാധിച്ചു. ആകെയുള്ള 56 ഡിവിഷനിൽ 33 എണ്ണവും കൈവശപ്പെടുത്തിയിട്ടുള്ള അധികാര വിജയമാണ് നേടിയതെന്ന് മേയറെ നിശ്ചയിക്കുന്നത് കൂടുതൽ സ്വാതന്ത്ര്യം കോൺഗ്രസിന് നൽകുന്നുണ്ട്. വനിതാ സംവരണം ആണെന്നതിനാൽ പരിചയസമ്പന്നരും പ്രവർത്തന പാരമ്പര്യമുള്ളവരുമായ സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കുവാൻ കോൺഗ്രസ് ശ്രമിച്ചുവെന്നതും ഗുണകരമായി.